ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ജൂൺ 15 നടത്തുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കഷ്ടിച്ച് 90 ദിവസം മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എങ്ങനെ പഠിച്ച് ഉയർന്ന റാങ്കിലേക്ക് എത്താം എന്ന ആശങ്ക നിങ്ങളിലെല്ലാവരിലും തന്നെ ഉണ്ടാവാം. നിങ്ങളെ സഹായിക്കുന്നതിനായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി 90 ദിവസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കി 2 ദിവസം മുമ്പ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. 2 ദിവസം കൊണ്ട് തന്നെ 15,000-ഓളം ഉദ്യോഗാർത്ഥികൾ ആ വീഡിയോ കണ്ടതിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ എൻ്റെ ടെലഗ്രാം ചാനലിൽ വന്ന് ടൈം ടേബിളിൻ്റെ PDF വാങ്ങി അതുപ്രകാരം പഠനം ആരംഭിച്ചതിലുമുള്ള എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് സഹായകരമായ മറ്റൊരു പഠന രീതി കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതെന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും കമ്പൈൻ സ്റ്റഡി നടത്തുന്നവരാണ്. കമ്പൈൻ സ്റ്റഡി എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രയോജനകരമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 90 ദിവസത്തെ ടൈം ടേബിളിൻ്റെ വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ളടക്കം ചെയ്തിട്ടുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ടൈം ടേബിളിൻ്റെ PDF-ഉം എൻ്റെ ക്ലാസ്സുകളുടെ PDF-ഉം ആ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പൈൻ സ്റ്റഡി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന കാര്യം പറയാം. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പായി എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാരണം അവസാനം ഞാൻ പറയുന്നത് ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതെൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കമ്പൈൻ സ്റ്റഡിയിൽ PSC പഠനം അല്ലാതെയുള്ള മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാതിരിക്കുക. നമുക്കറിയാം, കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് എപ്പോഴും സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നാണല്ലോ. അപ്പോൾ പല കമ്പൈൻ സ്റ്റഡിയിലും പഠനത്തേക്കാൾ കൂടുതൽ മറ്റ് നാട്ടുവർത്തമാനങ്ങളും ചർച്ചകളുമൊക്കെയാണ് നടന്നു വരിക. കഷ്ടകാലത്തിന് ഇലക്ഷനും വരാൻ പോവുകയാണ്. രാഷ്ട്രീയ ചർച്ചകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പരീക്ഷയ്ക്ക് 90 ദിവസം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ സ്വയം ഓർമ്മിക്കാനും സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാനും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, കമ്പൈൻ സ്റ്റഡിയിൽ ഉഴപ്പന്മാരുണ്ടെങ്കിൽ അവരെ തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. അവർ ഈ ഗ്രൂപ്പിൽ വരുന്നത് ജോലി നേടണം എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം നിങ്ങളെ മറ്റ് ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു റാങ്ക് ഫയൽ ഉപയോഗിച്ചായിരിക്കുമല്ലോ കമ്പൈൻ സ്റ്റഡി നടത്തുക. ഒരിക്കലും റാങ്ക് ഫയലിൻ്റെ അവിടുന്നും ഇവിടുന്നും ഉള്ള കാര്യങ്ങൾ വായിക്കാതിരിക്കുക. കൃത്യമായി ഇന്നലെ വായിച്ചു തീർന്നതിൻ്റെ തുടർച്ചയായി തന്നെ ഇന്ന് വായിച്ചു തുടങ്ങണം. വായിച്ചു നിർത്തിയ പേജിൻ്റെ അടയാളം മറക്കാതെ വെക്കുന്നതിനും തൊട്ടടുത്ത ദിവസം അടയാളം വെച്ച പേജിൽ നിന്നും തുടർച്ചയായി വായിക്കാനും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഒരു റാങ്ക് ഫയൽ പൂർണ്ണമായും നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, സമയക്രമം പാലിക്കുക എന്നതാണ്. ഉദാഹരണം, വൈകിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ് നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന സമയമെങ്കിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും 8 മണിക്ക് തന്നെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. 10 മണിവരെ പഠനം തുടരാനും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന പ്രവണത തടയേണ്ടത് ആവശ്യവുമാണ്. ഇങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു ഉദ്യോഗാർത്ഥി പഠനം നിർത്തിപ്പോകുന്നത് മറ്റ് ഉദ്യോഗാർത്ഥികളുടെ പഠനത്തെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കമ്പൈൻ സ്റ്റഡിക്ക് ഒരു ദിവസം പോലും മുടക്കം വരാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ദിവസം മുടക്കം വന്നാൽ അത് 2 ദിവസമായി 3 ദിവസമായി അതൊരു വലിയ ബ്രേക്കായി പോകാനും സാധ്യതയുണ്ട്. അടുത്തത് 5-മത്തെയും അവസാനത്തേതുമായ കാര്യമാണ്.
ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നല്ല, ഇതൊരു ട്രിക്ക് തന്നെയാണ്. എന്തെന്നാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കമ്പൈൻ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇനിയും പറയാൻ പോകുന്നത് കമ്പൈൻ സ്റ്റഡിയിൽ നിന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവ് എങ്ങനെ നേടാം എന്നുള്ളതാണ്. മിക്ക കമ്പൈൻ സ്റ്റഡിയിലും വായിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണല്ലേ. നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്ഥിരമായ ഒരു സുഹൃത്ത് തന്നെ ആയിരിക്കില്ലേ കൂടുതൽ നേരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയും ഉത്തരം പറയാൻ വലിയ ഇഷ്ടവുമാണ്. എങ്കിൽ ഞാൻ പറയുന്നു, ചോദ്യങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങളെക്കാൾ വേഗത്തിൽ പഠിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായിരിക്കും. കാരണം അവൻ അത് കാണുന്നു, വായിക്കുന്നു, അതോടൊപ്പം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ കമ്പൈൻ സ്റ്റഡിയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ ഗ്രൂപ്പിലെ മറ്റ് ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ അറിവ് ഓർമ്മയിൽ പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ PSC പഠനകാലത്തും കമ്പൈൻ സ്റ്റഡിയിൽ ഞങ്ങൾ 4 സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നും കമ്പൈൻ സ്റ്റഡി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ റാങ്ക് ഫയൽ കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങുമായിരുന്നു. ഭാഗ്യവശാൽ ഞങ്ങൾ 4 പേരും ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച ആ ട്രിക്ക് അവർ ഇപ്പോൾ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അവർ ഈ വീഡിയോ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഉപയോഗപ്രദമാകുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.